ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇസ് മീ അൻവർ ഷാ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക്, പുതിയൊരു ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ഫിലിപ്പ് മമ്പാടിൻ്റെ എന്തോലും പുതിയ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാനിങ്ങനെ വാർത്തകളൊക്കെ ചെക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ പിന്നെ കുറച്ച് വാർത്തകൾ ഞാൻ കണ്ടു. ആ കൂട്ടത്തിൽ നമ്മുടെ ജോർജ് ജോസഫ്, അതായത് റിട്ടയർഡ് SP, നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ ഒരു ചാനലുണ്ട്, പ്രൈം വിറ്റ്നസ് എന്ന് പറയുന്ന. അപ്പോൾ അതിനകത്തൂടെ പുള്ളി പറയുന്ന ഒരു കാര്യമുണ്ട്, ഇനി അങ്ങോട്ട് ഭാവി ഫിലിപ്പ് മമ്പാടിൻ്റെ ഭാവി എന്തായിരിക്കും എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഫിലിപ്പ് മമ്പാട് വിഷയത്തിൽ 1-2 വീഡിയോ ചെയ്ത വ്യക്തി എന്ന നിലയ്ക്ക് അത് ഇവിടെ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണം എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മുടെ അതാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാവരും അവസാനം വരെ കാണുക, നമ്മളത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഒന്ന് ഫോളോ ചെയ്യുക, പിന്നെ നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ നൽകി മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഒത്തുതീർപ്പ് ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് പിന്നാമ്പുറത്ത് എന്നൊക്കെയാണ് കഥകൾ കേൾക്കുന്നത്. ഇനി അതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. പുറത്ത് വാർത്തകൾ വന്നാൽ നമുക്കറിയാം. അതിനെക്കുറിച്ച് അപ്ഡേഷൻ കിട്ടുകയാണെങ്കിൽ ഞാൻ ചെയ്യാം. സോഷ്യൽ ഇൻഫ്ലുവൻസർ ഫിലിപ്പ് മമ്പാടിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്തയായിരുന്നു. ഫിലിപ്പ് മമ്പാട് എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ SI ആയി ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം പല സ്ഥലങ്ങളിലും പോയി ക്ലാസ് എടുക്കുകയും ചെയ്യും. അദ്ദേഹത്തിൻ്റെ ക്ലാസ് കൃത്യമായിട്ട് ലഹരി പദാർത്ഥത്തിനും കുട്ടികൾ ഇന്നത്തെ സോഷ്യൽ മീഡിയയിലുള്ള ബിഹേവിയറിനും ഒക്കെ അതിനൊക്കെ എതിരായിട്ട് ശബ്ദിക്കുന്ന, നല്ല ക്ലാസ് എടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. തൻ്റെ ക്ലാസ്സിന് ഡിമാൻഡ് കൂടിയപ്പം SI രാജിവെച്ച് ആ തൊഴിലോട്ട് മുന്നോട്ട് പോയി. സോഷ്യൽ ഇൻഫ്ലുവൻസറായിട്ട് പേരും പെരുമയുള്ള ആളാണ്. ധാരാളം സ്ഥലത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിനും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിനും ആൾക്കാർ വിളിക്കാൻ തുടങ്ങിയപ്പോൾ അത് തന്നെയല്ല, അദ്ദേഹം ഇങ്ങനെയുള്ള കുട്ടികൾക്ക് തൻ്റെ വീട്ടിലെ ചെറിയ ട്രീറ്റ്മെൻറ്റും അത് സൈക്കോളജിക്കലായിട്ടുള്ള ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്ന ഫിലിപ്പ് മമ്പാട്, അദ്ദേഹം ഒരു അബദ്ധം പറ്റി. കാരണം അതിനകത്ത് അദ്ദേഹത്തിൻ്റെ അവിടെ ഉപദേശത്തിന് വന്ന ഒരു പെൺകുട്ടി, 16 വയസ്സുള്ള ഒരു പെൺകുട്ടി, ആ കുട്ടി ഒരു അല്പം ഡിസേബിൾഡ് ആണ്. ആ കുട്ടിയെ അദ്ദേഹം വിളിച്ചുകൊണ്ട് പോയി കൗൺസിലറായിട്ട്, നല്ല പേരും പെരുമയുള്ള ആണ്, അവിശ്വസിക്കേണ്ട കാര്യമില്ല, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. ആ കുട്ടിയെ അദ്ദേഹം അവിടുന്ന് വിളിച്ചുകൊണ്ട് പോയി ഒരു ഹോട്ടലിൽ മുറിയെടുത്ത് താമസിപ്പിച്ചു. ആ കുട്ടിയെ പീഡിപ്പിച്ചു എന്നാണ് ആരോപണം. ഫിലിപ്പ് മമ്പാട് എന്ന വ്യക്തി 49 വയസ്സുള്ള ആളാണ്. പെൺകുച്ചിന് 15-16 വയസ്സേ ഉള്ളൂ. അതിന് ഈ രീതിയിൽ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം എന്തായാലും ആ കുട്ടി വളരെ വിഷണ്ണയായി. അത് തന്നെയാണ് ദുഃഖത്തോടെ ഇരിക്കുന്ന ക്ലാസ്സിൽ കണ്ടപ്പം ക്ലാസ് ടീച്ചർ കുട്ടിയുടെ അടുത്ത് മോളെ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ച് മനസ്സിലാക്കി. അപ്പോഴാണ് അറിയുന്നത് കുട്ടിയെ പീഡിപ്പിച്ചു ഇയാള് ഫിലിപ്പ് മമ്പാട്. അതൊരിക്കലും അവർക്കും വിശ്വസിക്കാൻ കഴിയില്ല. ഏതായാലും കുട്ടി പറഞ്ഞു. ആ വിവരം അപ്പോൾ തന്നെ അവര് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ സ്കൂൾ അധികൃതരെ അറിയിച്ചു. അവിടുന്ന് പിന്നീട് ചാവായർ പോലീസിനെ ബന്ധപ്പെട്ടു. അവര് ഉടൻ തന്നെ വന്നു കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി. അത് കാരച്ചാലിലെ വീട്ടിൽ നിന്ന് കുട്ടിയുമായി ഫിലിപ്പ് മമ്പാട് ഒന്നിച്ച് പോയതായി അയാൾ പിന്നീട് പോലീസിനടുത്ത് സമ്മതിച്ചു. പക്ഷേ അയാൾ പോലീസിൽ നിന്ന് പോയെങ്കിലും, രാജിവെച്ച് പോയെങ്കിലും, SI ആയി സേവനമനുഷ്ഠിച്ചിരുന്ന ആ വ്യക്തി രാജിവെച്ച് പുറത്ത് പോയെങ്കിലും പോലീസിന്റെ ഐഡന്റിറ്റി കാണിച്ചിട്ടാണ് ആ ഹോട്ടലിൽ മുറിയെടുത്തത്. അപ്പൊ പിന്നെ അവർക്ക് തർക്കമൊന്നുമില്ല. ആ ഹോട്ടലുകാർ സമ്മതിച്ചു. കൊച്ചിനെയും കൊണ്ട് അവിടെ പോയി മുറിയിൽ പീഡിപ്പിക്കുകയും ചെയ്തു. ഏതായാലും 13-ാം തീയതിയാണ് ഈ സംഭവം. മമ്പാട് കാരച്ചാൽ സ്വദേശി പ്രാമുട്ടി ഫിലിപ്പ് മമ്പാടിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അദ്ദേഹത്തിനെ റിമാൻഡ് ചെയ്തു. പോലീസ് അദ്ദേഹത്തിനെ ചോദ്യം ചെയ്തപ്പം പറഞ്ഞു താനെ ആ കുട്ടിയെ വിളിച്ചുകൊണ്ട് പോയത് ശരിയാണ്, അതൊക്കെ സമ്മതിച്ചു. പക്ഷേ കുട്ടിയെ പീഡിപ്പിച്ചെന്നുള്ള കാര്യം മാത്രം സമ്മതിച്ചില്ല. എന്തായാലും അദ്ദേഹത്തിന് ഫസ്റ്റ് റിമാൻഡ് കഴിഞ്ഞു. റിമാൻഡ് ആപ്ലിക്കേഷൻ കൊടുത്തപ്പം അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആരോപണങ്ങളും പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പല കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത് ഇപ്പം വെളിയിലേക്ക് വന്നു. പക്ഷേ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ കേസിനകത്ത് എന്നെ അറസ്റ്റ് ചെയ്തത് ഞാൻ നിരപരാധിയാണ് എന്നൊക്കെ പറഞ്ഞു. ഇല്ലെങ്കിൽ ഞാൻ മാനാഭിമാനമുള്ള വ്യക്തിയാണ് എന്ന് വരെ പറഞ്ഞതായിട്ടാണ് വരുന്ന വാർത്തകൾ. 16 വയസ്സുകാരി എന്തായാലും മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടിയാണ്. അതുകൊണ്ടാണ് മാതാപിതാക്കൾ ഇദ്ദേഹത്തിന്റെ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ സജീവമായ ഇദ്ദേഹത്തിന്റെ ക്ലാസ്സുകളൊക്കെ അവര് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെലുത്തുന്ന ഒരു വ്യക്തി തന്നെയാണ് ഫിലിപ്പ് മമ്പാട്. മലബാർ ഭാഗത്ത് ധാരാളം പേർക്ക് ഇദ്ദേഹത്തിനെ അറിയാം. ഇദ്ദേഹം പോയി ക്ലാസ് എടുക്കാനൊക്കെ അവരൊക്കെ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ക്ലാസ് എടുക്കുന്നതിന് വലിയ ചാർജ് ഈടാക്കുന്നതായിട്ടാണ് പറയുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ ആ അറിവും എല്ലാവരും അംഗീകരിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ, അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ ഈ രീതിയിലുള്ള ഒരു പ്രവൃത്തി അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് അദ്ദേഹം ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചതിനെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. ചാവാർ പോലീസ് കൃത്യമായി അന്വേഷണം നടത്തി മുഖം നോക്കാതെ നീതി നടപ്പാക്കി എന്ന് തന്നെ വേണം പറയാൻ. ഏതായാലും റിമാൻഡിലാണ്. ആദ്യത്തെ റിമാൻഡ് കഴിഞ്ഞിരിക്കുന്നു, തീരാറായി. അടുത്ത് അദ്ദേഹത്തിനെ വീണ്ടും കസ്റ്റഡി ചോദിക്കുമോ ഇല്ലയോ നമുക്കറിയില്ല. എന്തായാലും ഈ ഒരു കേസ് സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയെ പീഡനം മാതാപിതാക്കൾക്ക് പൊറുക്കാൻ കഴിയില്ല, സമൂഹത്തിനും പൊറുക്കാൻ കഴിയില്ല. അദ്ദേഹം അതിനകത്തൊരു ക്ഷമ കൊടുക്കാനും കഴിയില്ല. കുട്ടിയുടെ മൊഴി എന്തായാലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കോടതി ചെന്ന് കഴിയുമ്പം ആ റേപ്പ് തീർച്ചയായിട്ടും
അതിൽ നിന്നൊരു എക്സ്ക്യൂസ് അദ്ദേഹത്തിന് ലഭിക്കില്ല. ശിക്ഷ അനുഭവിച്ച് 10 വർഷമെങ്കിലും അകത്ത് കിടക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഒരു പോയിന്റ്. അതായത് ഏകദേശം 10 വർഷത്തോളം അദ്ദേഹത്തിന് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് എന്നാണ് പറയുന്നത്. മൈനറായ ഒരു പെൺകുട്ടിയെ ശാരീരികമായി പീഡിപ്പിച്ചതിൻ്റെ പേരിൽ ഉള്ള ശിക്ഷയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം ഇനി അങ്ങോട്ട് എന്താകും എന്നുള്ളത് അറിഞ്ഞുകൂടാ. പുറത്ത് ഒത്തുതീർപ്പിനായിട്ടുള്ള ചർച്ചകളൊക്കെ നടക്കുന്നതായിട്ട് 1-2 വാർത്തകൾ ഞാൻ കണ്ടായിരുന്നു. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് അറിഞ്ഞുകൂടാ. എന്നാലും കോടതിയിൽ ഫിലിപ്പ് ജാമ്യം കിട്ടിയില്ലെങ്കിൽ 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് എന്നുള്ളത് അത് അറിയാലോ. അത്രയ്ക്കും മൈനറായിട്ടുള്ള പെണ്ണെ പിടിപ്പിച്ച കേസ് കെട്ടാവുമ്പം അങ്ങനെ ഒരു കടുത്ത ശിക്ഷ തന്നെ കിട്ടും. അപ്പോൾ എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകൾ വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റും എന്നാണ് ഞാൻ കരുതുന്നത്. അറിയുമ്പോൾ നിങ്ങളുമായിട്ട് ഞാനത് പങ്കുവെക്കുന്നതായിരിക്കും. അപ്പം നമ്മളെ ഇന്നത്തെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. വേറൊരു വീഡിയോ വിശേഷങ്ങളുമായി വീണ്ടും നമുക്ക് കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ. നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക്